മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവസഹായത്തിലേക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയും പേർക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ഓരോ ദിവസവും നമ്മളെ അതിശയകരമായ വിധത്തിൽ കാത്തു പരിപാലിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മഴയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നെറ്റിന്റെ പ്രയാസങ്ങളൊന്നും കൂടാതെ കർത്താവ് ഇതുവരെയും സഹായിച്ചു. തുടർന്നു നമ്മള് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ യാതൊരു പ്രയാസവും കൂടാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് കൃപ ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് ഓരോ ദിവസവും നമ്മളെ അത്ഭുതകരമായ വിധത്തിൽ കാത്തു പരിപാലിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ 205ാമത്തെ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. കർത്താവ് ഇതുവരെയും നമ്മളെ സഹായിച്ചു. ഓരോ മീറ്റിങ്ങുകളും അനുഗ്രഹകരമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. കേട്ട വചനവും പാട്ടുകളും ഒക്കെയും നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിനായിട്ട് സിസ്റ്റർ ലതാ സ്വരൂപിനെ ഹലോ, കേൾക്കാമോ? കേൾക്കാം സിസ്റ്റർ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോ അജിത സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. തിരിച്ചും കാലിന്റെ മറ്റേ വിരലിന് പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയേക്കുക. ആ വിഷയത്തെ ഓർത്ത് അജിത. കരുണാസമ്പന്നനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതാ വീണ്ടും ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം കർത്താവെ പാൻഡത്തിന്റെ 205ാമത്തെ പ്രയർ സൂം മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാഥ, അവിടുന്ന് കർത്താവെ അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം അടിയങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. എങ്കിലും കർത്താവിന്റെ വാഗ്ദാന പ്രകാരം അങ്ങയുടെ നാമത്തിലാണല്ലോ അടിയങ്ങൾ കൂടി വന്നിരിക്കുന്നത്. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങളോട് ഓരോരുത്തരോടൊപ്പം ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഈ 205 മീറ്റിംഗ് വരെയും ദൈവത്തിന്റെ കൃപ അടിയങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഇരുന്നു. പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ മിനിസ്ട്രീസ് ഏറ്റവും അനുഗ്രഹകരമായി നടക്കുവാൻ ദൈവം ഇത്രത്തോളം സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിനായിട്ടും അടിയങ്ങൾ കർത്താവെ ദൈവമേ ആദ്യോടന്ത്യം കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവെ മീറ്റിങ്ങിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യ ബോധത്തിൽ എല്ലാവരെയും ഇരുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേക ലീഡിങ് ചെയ്യുന്ന ബീന സിസ്റ്ററെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസിക്ക് കർത്താവെ അവിടുത്തെ കൃപകളാൽ നിറച്ച് കർത്താവെ ആവശ്യമായ കൃപ നൽകി കൊടുത്ത് കർത്താവെ മീറ്റിംഗ് ആദ്യോടന്തം നന്നായിട്ട് നയിക്കുവാനുള്ള കൃപ അവിടുന്ന് നൽകി കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുന്ന ജസ്ലിൻ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ആൾക്കും ആവശ്യമായ കൃപ നൽകി കൊടുക്കുമാറാണമേ. അങ്ങ് കൊടുത്തിരിക്കുന്ന താഴ്ന്ന് അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് തന്നെ വിനിയോഗിക്കുവാൻ കർത്താവെ പിന്നെ ധാരാളമായ കൃപകളാൽ അവിടുന്ന് നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടിയങ്ങൾക്ക് കർത്താവെ വചനം ഷെയർ ചെയ്യുവാൻ അവിടുന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് ജിജിമോളെ ആണല്ലോ. അങ്ങയുടെ ദാസിയെ ദൈവകരങ്ങളിലേക്ക് ഭാരമേൽപ്പിക്കുന്നു. അവിടുന്ന് കൊടുത്തിട്ടുള്ള വചനം കർത്താവെ അടിയങ്ങൾക്ക് ഏവർക്കും കർത്താവെ അത് ഷെയർ ചെയ്ത് തരുമ്പോൾ അത് അടിയങ്ങളോട് സംസാരിക്കുന്ന വചനമായിരിക്കാൻ അടിയങ്ങളെ പ്രാർത്ഥനയ്ക്കായിട്ട് ഉത്സാഹം ഉള്ളവരാക്കി തീർക്കുന്ന വചനമായിരിക്കുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരുവിധ നെറ്റ്വർക്ക് ഇഷ്യൂസും കൂടാതെ കർത്താവെ ആദ്യോടന്തും മീറ്റിംഗ് നന്നായിട്ട് കർത്താവെ ദൈവമേ നടക്കുവാൻ ഇടയായി തീരണമേ. അതിനുശേഷം അടിയങ്ങൾ വിവിധ ഗ്രൂപ്പുകളായിട്ട് കർത്താവ് വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യവും കർത്താവെ ദൈവമേ അടിയങ്ങള് അനുഭവിച്ചറിയുവാൻ ഇടയായി തീരണമേ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങള് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ദൈവത്തിന്റെ പ്രത്യേക കൃപ എല്ലാവർക്കും നൽകി കൊടുക്കുമാറാണമേ. അർജന്റായിട്ട് കർത്താവെ പ്രയർ റിക്വസ്റ്റ് വന്നിരിക്കുന്ന അജിത സിസ്റ്ററിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ആ കാലിൻ്റെതായ അവിടെ കർത്താവെ പഴുപ്പ് പിന്നെയും കാണുന്നതായിട്ടും കർത്താവെ ഞങ്ങളുടെ ദാസിയെ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻസിന് വേണ്ടി കർത്താവെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നുവല്ലോ. ദൈവം അവിടുന്ന് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ യാതൊരുവിധ ആ ഇൻഫെക്ഷൻ പിന്നെയും കൂടി വരുവാനൊന്നും ഇടയാകാതെ വണ്ണം കർത്താവെ വേണ്ട ട്രീറ്റ്മെന്റ് ലഭിച്ച് സൗഖ്യം പ്രാപിച്ച്
ഭവനത്തിലേക്ക് മടങ്ങുവാൻ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നല്ലവനെന്ന് അവരുടെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞതുപോലെ കർത്താവെ ഈ പ്രയാസത്തിന്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും വേളയിലും കർത്താവിന്റെ ആ വലിയ കൃപ അവർക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, അത് അവരെ ധൈര്യപ്പെടുത്തുവാൻ, കർത്താവിൽ പിന്നെയും അവരെ ഉറപ്പിക്കുവാൻ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ഗ്രേസി ആന്റി ഓർത്തും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസിക്കും കൃപ നൽകി കൊടുക്കാമേ. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ബാൻഡത്തിന്റെ കർത്താവെ എല്ലാവിധമായ മീറ്റിംഗ്സിനെയും അനുഗ്രഹത്തിനായിട്ട് എത്രത്തോളം അനുഗ്രഹിച്ച് നടത്തിയതിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടിയന്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. സ്ഥലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. 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 സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ആരംഭിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്നത് ജസ്ലിൻ മേരി അലക്സ് പത്തനാപുരത്തു നിന്നുമാണ്. പ്രിയമകളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അതിനെ ശുശ്രൂഷിക്കുന്നത് ജിജിമോൾ റെനി പ്രിയ സഹോദരിയെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലോസിംഗ് പ്രയർ ചെയ്യുന്നത് സഹോദരിയെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. പ്രിയ കൊച്ചു സഹോദരി ജസ്ലിൻ മേരി അലക്സ് പത്തനാപുരത്ത് നിന്നും നമ്മളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ മകളെയും പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കാം. ഈ ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട് പ്രിയ മകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പാട്ടാണ് പാടുവാൻ പോകുന്നത്. എനിക്കായൊരു ഉത്തമ സമ്പത്ത്. എനിക്കായൊരുത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാനിനി സേവിക്കും. എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കിടണേ. എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കിടണേ. ഏഴയാകുന്ന എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമെത്രയോ ആശ്ചര്യം. എൻ്റെ പാപശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാനിനി സേവിക്കും. എൻ്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കിടണേ. എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കിടണേ. പ്രിയൻ തേജസ്സിൽ വെളിപ്പെടും നാളിൽ ഞാനും തേജസ്സിൽ മുൻപിൽ നിൽക്കുവാൻ എൻ്റെ ദേഹവും ദേഹിയാത്മാവും സമ്പൂർണമായി സമർപ്പിക്കുന്നേൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാനിനി സേവിക്കും. എൻ്റെ പ്രാണനായകനേശുവേ,
നിന്റെ സ്നേഹം നീ എനിക്കിടണേ. എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കിടണേ. അടുത്ത പാട്ടും കൂടെ പാടിക്കേ. ഓക്കെ. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവനാം. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാം. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകനാം. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകനാം. ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയസ്ഥാനമൊന്ന്. ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയസ്ഥാനമൊന്ന്. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോം എന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോം എന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകനാം. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകനാം. തൻ ബലത്താലേ ഞാൻ യുദ്ധം ചെയ്യും, തന്മുഖം നോക്കി ഞാൻ യാത്ര ചെയ്യും. തൻ ബലത്താലേ ഞാൻ യുദ്ധം ചെയ്യും, തന്മുഖം നോക്കി ഞാൻ യാത്ര ചെയ്യും. തൻ കൃപമേൽ കൃപ പ്രാപിച്ചു ഞാനിന്ന്, തൻ പദസേവയിൽ നാൾ കഴിക്കും. തൻ കൃപമേൽ കൃപ പ്രാപിച്ചു ഞാനിന്ന്, തൻ പദസേവയിൽ നാൾ കഴിക്കും. ഇക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകനാം. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകനാം. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു മോളെ.
നല്ല വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ പ്രിയമോളിൽ കൂടെ കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ ആയുസിന്റെ ദിനമൊക്കെയും ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് ജീവിക്കുവാൻ നമ്മളെ ഇടയാക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത 2 ഗാനങ്ങളും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളാണ്. അത് നല്ല അനുഗ്രഹിക്കപ്പെട്ട ശബ്ദത്തിൽ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പ്രിയമകളുടെ പാട്ടുകൾ ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് എന്ന് തോന്നുന്നു. ഈ പാൻഡക്കോത് ലിവിംഗ് വേർഡ് എന്ന ഈ സൂം മീറ്റിങ്ങില് നമുക്ക് തുടർന്നും പ്രിയമകളുടെ ഗാനങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വന്നാലും കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് സഹായിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വെറുത്താലും നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവ്, ഈ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ മകളെ ദൈവം ധാരാളമായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ. കർത്താവ് ഇടയാക്കിയാലും കർത്താവിന്റെ സാക്ഷിയായിട്ട് കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം സഹായിക്കട്ടെ. ആ കുടുംബത്തെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കുടുംബമായിട്ട് അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ. പ്രിയ ജസ്ലിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും കർത്താവ് കൂടെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി മകൾക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മകളെ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ ജസ്ലീൻ. അടുത്തത് നമുക്ക് വചനം കേൾക്കുവാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് സിസ്റ്റർ ജിജിമോൾ ബെനിയെ ക്ഷണിച്ചോളും. സിസ്റ്റർ ജിജിമോൾ ബെനി. ഓക്കെ, താങ്ക് യു അന്നി. എന്നെ എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസയനത്തിൽ എനിക്കും നിങ്ങളോടൊപ്പം ഇങ്ങനെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും പലർക്കും പല നിലയിലുള്ള സമയങ്ങളാണ്. പക്ഷെ ഏത് സമയവും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാനുള്ള ഒരു പ്രവേശനം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുമായിരുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയും കരുതലും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പാൻഡ ഫോർ ഗ്രൂപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരുടെ വചനങ്ങൾ കേൾപ്പാനും ആത്മീയമായി അനേക അറിവുകൾ ലഭിക്കാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനാ കൂടിവരയിൽ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ പലപ്പോഴും ഞാൻ സംബന്ധിച്ചിട്ടില്ലെങ്കിലും ഈ ലിസ്റ്റ് ഇടുന്നതും കണ്ടിട്ട് പ്രാർത്ഥിപ്പാനൊക്കെ സ്വർഗത്തിലെ ദൈവം അവസരം തന്നിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളുമായി അല്പസമയം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയർ എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഫിലിപ്പിയർ 4:6. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നാം പലപ്പോഴും ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. എങ്കിലും ഈ വാക്യത്തെ എല്ലാം ഊന്നി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ആദ്യത്തെ ആ ഫ്രേസ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായെന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു വാചകം അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആണിത്. ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുത്. പക്ഷെ മാനുഷികമായ നിലയിൽ നാം വിചാരപ്പെടാറുണ്ട്, ആകുലപ്പെടാറുണ്ട്. വിചാരപ്പെടുന്നതിന്റെ മറ്റൊരു പദമാണ് ആകുലത അല്ലെങ്കിൽ ആകുലപ്പെടുക. നാം ഈ വായിച്ച വാക്യത്തിന്റെ ആദ്യത്തെ ഫ്രേസ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടും. ഇത് ആരാ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയല്ലേ? ഏത് സാഹചര്യത്തിൽ പറയുന്ന വാക്കാണെന്ന് നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്കാണ്. ഫിലിപ്പിയിലുള്ള വിശ്വാസികളോട് പറയും, ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുത്. ഈ പറയുന്ന ആള് ഏതൊരു അവസ്ഥയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയല്ലേ? കാരാഗ്രഹത്തിൽ കയറുന്ന പറയുന്ന ഒരു വാക്കാണിത്. താൻ കാരാഗ്രഹത്തിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ കാരാഗ്രഹത്തിലായതിന്റെ സാഹചര്യം നമുക്കറിയല്ലേ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ദൈവവചനം പ്രസംഗിച്ചു വന്ന ഏക കുറ്റത്തിൽ ആ ഒരു ആരോപണത്താലാണ് താൻ ആ കാരാഗ്രഹത്തിലായിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ പൗലോസിനെ സംബന്ധിച്ച് ആകുലപ്പെടേണ്ട ഒരു സാഹചര്യമാണത്. പൗലോസിന് വേണേ ചിന്തിക്കാമായിരുന്നു, അയ്യോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എങ്ങനെ ഇവിടെ വരാൻ കാരണം. പക്ഷെ പല നിലയിൽ ചിന്തിക്കാം. വെച്ചാൽ കാരാഗ്രഹത്തിൽ കിടക്കേണ്ട ഒരാളുടെ അവസ്ഥ, അല്ലെ ശിക്ഷയിൽ കിടക്കേണ്ട ഒരാളുടെ അവസ്ഥ എന്താണ്, അവർക്ക് ശിക്ഷ ലഭിക്കാൻ പോകുന്ന അവർക്കറിയില്ല. ആ ഒരു കലങ്ങിയ സാഹചര്യത്തിലും പൗലോസ് പറയുകയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് അല്ലെങ്കിൽ ആകുലപ്പെടരുതെന്ന്.
ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാതൃകയായിട്ട് നമുക്ക് എടുക്കാം. നമുക്കറിയാം ഇവിടെ ആകുലപ്പെടൽ, വിചാരപ്പെടൽ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ വിചാരപ്പെടലിന് പല വാക്കുകളുണ്ട്. ചിന്താകുലം, ഇംഗ്ലീഷിലാണ് വറി, ആൻസിറ്റി. അങ്ങനെ ഈ വാക്കുകൾ ഗ്രീക്ക് അല്ലെങ്കിൽ മറ്റ് വേർഷൻസ് ഇംഗ്ലീഷ് ബൈബിളുമായിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ പല നിലയിലുള്ള ലളിതമായ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആകുലത മാനുഷികമായ നിലയിലുള്ള ആകുലതയെ പറ്റി അല്ല പറയുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുക. നാം ആകുലപ്പെടുമോ ഇല്ലയോ? ആകുലപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അജിതാമ്മയുടെ കാര്യം കേട്ടാൽ വളരെ പ്രയാസപ്പെട്ടല്ലേ? നമ്മൾ പ്രയാസപ്പെടും. അത് മാനുഷികമായ നിലയിലുള്ള ഒരു പ്രയാസപ്പെടല. പക്ഷെ ഇവിടെ പൗലോസ് ഉദ്ദേശിച്ച ഒരു ആകുലത എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഒരു പ്രയാസമോ അല്ല ഒരു പ്രതിസന്ധിയോ കടന്നു വരുമ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിച്ച് ഇനി എന്ത് സംഭവിക്കും, നമ്മള് ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ നടന്ന് നമ്മള് ആവശ്യമില്ലാത്ത ചിന്തകൾ, നമ്മൾ ആ സമയത്ത് ദൈവത്തെയും ദൈവത്തിന്റെ സ്നേഹത്തെയും നിയന്ത്രണത്തെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറ്റുക. നമ്മൾ ദൈവത്തെ എടുക്കുന്നേ ഇല്ല, ദൈവത്തോട് ഈ കാര്യം പറയുന്നില്ല, നമ്മൾ അങ്ങ് ആകുലപ്പെട്ട് നടക്കുക. പക്ഷെ ആ ഒരു ആകുലത എന്ന് വെച്ചാൽ അത് തെറ്റായിട്ട് അങ്ങനെ ആകുലപ്പെടലെന്നാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യരെ സംബന്ധിച്ച് ഒരു വീട്ടിലൊരു പ്രയാസം വരുമ്പോൾ നല്ല നമുക്കൊരു പ്രയാസം വരും, നമ്മൾ ആകുലപ്പെടാറുണ്ട്. പക്ഷെ നമുക്ക് അതിന് മീതെ എല്ലാം നാം ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ദൈവം ഉണ്ടല്ലേ, ആ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നമുക്ക് തിന്മയായിട്ട് ഒന്നും ചെയ്യല്ല. സദൃശവാക്യം 12-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും, നീതിമാൻ ഒരു തിന്മയും ഭവിക്കയില്ലെന്ന്. ഇങ്ങനെ പൗലോസ് പറയാണ്, നിങ്ങൾ ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുതെന്ന്. ഈ കാരാഗ്രഹത്തിൽ കിടന്ന് പറയുന്ന ഈ പൗലോസിന്റെ ഈ 4-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 2-3 സ്റ്റേറ്റ്മെന്റുകൾ നമുക്കൊന്ന് കാണാനായിട്ട് സാധിക്കും. പൗലോസ് പറയുന്ന 2-3 വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത് നമ്മൾ വായിച്ച് 4-ാം അധ്യായം 6-ാം വാക്യം, ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുവാണ്. അതുപോലെ അതിന്റെ 10-ാം വാക്യം, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. പൗലോസ് പറയുക, ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. അതിന്റെ 13-ാമത്തെ വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. അതിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, എല്ലാം ഉണ്ട് സമൃദ്ധിയായിരിക്കുന്നു. പൗലോസ് പറയുക, എല്ലാം ഉണ്ട് സമൃദ്ധിയായിരിക്കുന്നു. ഇവിടെ ആകുലപ്പെട്ട് പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് കഴിയേണ്ട പൗലോസ് നമ്മളോട് പറയാണ്, ഞാൻ വളരെ സന്തോഷവാനാണ്, എനിക്കെല്ലാം ചെയ്യാം, എന്നെ ശക്തനാക്കുന്ന എനിക്കെല്ലാം ചെയ്യാം. അതുപോലെ 11-ാമത്തെ വാക്യത്തിലുണ്ട്, ഞാൻ അലംഭാവത്തോടെ ഇരിക്കാൻ പഠിച്ചു. ഇവിടെ നമുക്ക് അലംഭാവം എന്നുള്ള വാക്ക് പല പണ്ഡിതന്മാരൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, അലംഭാവം വെച്ചാൽ നമ്മുടെ പരിസ്ഥിതി ഏതായാലും അതിൽ ഞാൻ സംതൃപ്തി ഉള്ളവനാണെന്ന്. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും പൗലോസ് സംതൃപ്തി അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നവനായിരുന്നു. അതിനുള്ള കാരണം പൗലോസിന് ഒന്നിനെ കുറിച്ച് വിചാരമില്ലായിരുന്നു. അല്ലെന്നുവെച്ചാൽ പൗലോസിന് ഇങ്ങനെ പറയുവാനുള്ള ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്, 2-3 സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ കർത്താവിൽ സന്തോഷവാനാണ്, എനിക്ക് എല്ലാം ചെയ്യാൻ ശക്തനാണ്, ഞാൻ എന്നെ ശക്തനാക്കുന്ന ഞാൻ മതിയായവനാണ്, അതുപോലെ ഞാൻ അലംഭാവത്തോടെ ഇരിക്കാൻ പഠിച്ചു, അതുപോലെ ഞാൻ സംതൃപ്തി ഉള്ളവനാണ്. ഞാൻ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസം സംബന്ധിച്ച് ഇതുപോലെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയുമോ? പൗലോസ് നമുക്ക് നല്ലൊരു മാതൃകയായിട്ട് മുമ്പ് തന്നിരിക്കുന്ന വാക്കുകളാണിത്. പൗലോസ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പൗലോസിന് എങ്ങനെയാണ് പറയുവാനായിട്ട് സാധിച്ചതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പൗലോസിന്റെ ആശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത്, നാം വായിച്ച വാക്യത്തിൽ ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. നാം മുമ്പ് പറഞ്ഞ പോലെ നമ്മള് വറി എന്താണെന്നും ചിന്താകുലം എന്താന്നൊക്കെ നാം മുമ്പേ പറഞ്ഞു. ഇവിടെ അപ്പോ പൗലോസിനറിയാം, ദൈവത്തിന്റെ ശക്തിയും സ്നേഹവും നിയന്ത്രണവും കരുതലും എപ്പോഴും പൗലോസിന്റെ കൂടെ ഉണ്ടെന്ന് പൗലോസിന് അറിയാമായിരുന്നു. ആ പൗലോസ് നമ്മോട് പറയുകയാണ്, നമുക്കൊരു ആകുലത വരുമ്പോൾ നാം ദൈവത്തിന്റെ ശക്തിയെയും അല്ലെ ദൈവസ്നേഹത്തെയും നാം മറന്നു പോകാതെ നാം ദൈവത്തിൽ ആശ്രയിക്കണമെന്ന്. പൗലോസിന് അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നു.
അപ്പൊ നമ്മള് സദൃശ്യവാക്യം 12:20 നമ്മൾ കണ്ടു, നീതിമാന് ഒരു തിന്മയും ഇല്ല. നാം ഒരു നീതിമാനാണെങ്കിൽ, അതായത് നാം ഒരു ദൈവ പൈതലാണെങ്കിൽ, നാം ദൈവത്തിന്റെ വഴിയിൽ അല്ലെ ദൈവഹിതം അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു നന്മയോ യാതൊരു തിന്മയും നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുകയില്ല. പക്ഷെ അങ്ങനെ തിന്മ ഭവിക്കുകയില്ല നാം ഉദ്ദേശിക്കുന്നത് നമ്മളപ്പോ ഓർക്കും ഇപ്പൊ രോഗം വരികയില്ല, അപകടം വരിക, പക്ഷെ അതൊക്കെ വരാം. പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മളെ തിന്മയ്ക്കായിട്ട് ഭവിക്കത്തില്ല. നമുക്കറിയാം, കർത്താവ് നമ്മെ സ്നേഹിച്ച്, അല്ലെ? കർത്താവിന്റെ സ്നേഹം എന്ന് പറഞ്ഞ ഒരു അഗേപ്പ സ്നേഹമാണ്. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ നന്മയ്ക്കായിട്ടുള്ളൊരു സ്നേഹമാണ്. ആ കർത്താവ് നമ്മെ സ്നേഹിച്ചത് അഗേപ്പ സ്നേഹം കൊണ്ടാണ്, അല്ലെ നന്മയ്ക്കായിട്ടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോ ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു തിന്മയും ഭവിക്കത്തില്ല. നാം ദൈവത്തോടു കൂടെ ആശ്രയിച്ച് ഏതൊരു ആകുല അല്ലെങ്കിൽ ഏതൊരു പ്രയാസ ഘട്ടമായാലും നാം ദൈവത്തോടു കൂടെ ആശ്രയിക്കണം. നമ്മൾ ആ ഒരു പ്രശ്നത്തെ കൂടെ ചിന്തിച്ച് അതിൽ അങ്ങ് നാം ഭീതിപ്പെടാതെ വണ്ണം ദൈവത്തിൽ നാം ആശ്രയിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, ആ കർത്താവ് നമ്മളെ അല്ലെങ്കിൽ നമുക്കൊരു ദോഷവും ചെയ്യുന്ന ദൈവമല്ല എന്നുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തെളിവേന കാൽവരി ക്രൂസിലെ കുരിശാണ്. നമുക്കൊരു ദോഷം വരണമെന്ന് ദൈവത്തിന് വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ആ കാൽവരി ക്രൂസിൽ ഒരു കുരിശ് നാട്ടുകയില്ലായിരുന്നു. നമുക്കറിയാം, ദൈവം നമ്മളെ രക്ഷിക്കുകയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? ഈ ലോകത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു തിന്മയായിരുന്നു ആ നരകത്തിൽ നാം പോയനമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ ആ തിന്മ മാറി നന്മ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാനാണ്. അതാണ് ഏറ്റവും വലിയ ഒരു നന്മ. ആ കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അത് നമുക്ക് നന്മയ്ക്കായിട്ട് ഭവിക്കത്തില്ല. നമ്മൾക്ക് അത് നമ്മുടെ ജീവിതത്തിൽ തിന്മയായിട്ട് ഭവിക്കത്തില്ല, നന്മയെ നമ്മുടെ ജീവിതത്തിൽ വരുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആകുലപ്പെടേണ്ട കാര്യമില്ല. പൗലോസ് പറയുന്നത് പോലെ എനിക്ക് ആകുലമില്ല, എനിക്കെല്ലാം സാധിക്കും, ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ തൃപ്തനാണ്. കാരാഗ്രഹത്തിൽ കിടന്ന് പറയുന്ന വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. സാധാരണ നിലയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷെ പൗലോസ് പറയുവാണ്, എത്ര അത്ഭുതകരമായ വാക്കുകളാണ് പൗലോസ് പറയുന്നത്. നമുക്ക് ഈ പൗലോസിന്റെ വാക്കുകൾ നമ്മൾ കടന്നു പോകുന്ന പ്രയാസ വേളയിൽ നമുക്കും അതൊരു ഒരു സമാധാന വാക്കുകളായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മാതാവ് എന്ന് കിടക്കുമ്പോഴും അങ്ങ് ആകുലപ്പെടും. എന്റെ വീട്ടിൽ കള്ളം കയറും എന്നൊരു ആകുലത ആ മാതാവിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്തോ ശബ്ദം കേട്ടാലും ആ സ്ത്രീ ഓർക്കും കള്ളനായിരിക്കുമെന്ന്. അങ്ങനെ 10 വർഷം താൻ ഇങ്ങനെ ആകുലപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. അവസാനം അവരുടെ വീട്ടിൽ ഒരു കള്ളം കയറി. അത് തന്റെ ഹസ്ബൻഡ് കാണുകയും ചെയ്തു. ഒടുവിൽ അവളുടെ ഭർത്താവ് ആ കള്ളനോട് പറഞ്ഞു, എന്റെ ഭാര്യ ഒന്ന് കണ്ടേച്ചേ പോകാവുള്ളൂ. എന്നുവെച്ചാൽ ഇങ്ങനെ ആകുലപ്പെട്ട് ഇങ്ങനെ കണ്ടെങ്കിലും അവളുടെ ആ ആകുലത അങ്ങ് മാറുമെന്ന് വിചാരിച്ചു മാറാൻ വേണ്ടി പറഞ്ഞു ഒന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ. അങ്ങനെ നമ്മൾ നിസ്സാരമായ കാര്യങ്ങൾ ഓർത്ത് ആകുലപ്പെടാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങ് ചിന്തിക്കും ഇന്നത് വരും. പക്ഷെ നാളെ കുറിച്ച് ചിന്തിക്കല്ലെന്നും അങ്ങനൊന്നും ഇല്ല. നമ്മുടെ ഭാവിയെ കരുതണം. പക്ഷെ ദൈവത്തിന്റെ നിയന്ത്രണവും സ്നേഹവും നമ്മിൽ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഏതൊരു പ്രയാസം കടന്നു വന്നാലും ദൈവ നിയന്ത്രണം എന്നിലും നിങ്ങളും ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. പൗലോസിനെ പോലെ പറയാൻ നമുക്ക് കഴിയണം. എനിക്ക് ഒന്നും ഭവിക്കുകയില്ല, എനിക്കെല്ലാം ചെയ്യാൻ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്, ഞാൻ സംതൃപ്തി ഉള്ളവനാണ്. നമുക്ക് പറയാൻ പറ്റുമോ രോഗാവസ്ഥയിലോ ഒരു പ്രയാസവട്ടയിലോ ഞാൻ സംതൃപ്തിയുള്ളവരാണെന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ സ്നേഹം കരുതൽ നമ്മളോട് കൂടെയുണ്ട്. നമ്മൾ ഒത്തിരി വറിയാകാതെ ദൈവത്തിൽ ചാരാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. നമുക്കറിയാം, ഒരു കള്ളൻ ഒരു വട്ടേ നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ കള്ളൻ എന്നുള്ള ആ ചിന്ത ദിവസവും നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതയെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക. വേണ്ടാത്ത രീതിയിലുള്ള ചിന്തകളും നമ്മുടെ ഹൃദയത്തിന്റെ സ്വസ്ഥത അല്ല സമാധാനത്തെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടുക. പൗലോസിനെ പോലെ നാമും പറയണം, എന്നെ ശക്തനാക്കുന്ന മുഖം ഞാൻ സകലത്തിനും മതിയായവനാണ്, അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നുവെന്ന് നാം പറയണം. നമുക്ക് അറിയാം, നമ്മുടെ പരിസ്ഥിതി എങ്ങനെ ആയാലും നമുക്ക് ആകാലപ്പെടാതിരിക്കാൻ കഴിഞ്ഞത് ഞാൻ സംതൃപ്തനാണ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയണം. പൗലോസിനെ പോലെ നമുക്കറിയാം, പൗലോസ് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമുക്കറിയാം പൗലോസിന് ഈ വാക്യം ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുമ്പോൾ 3 പ്രത്യേക കാരണങ്ങളാണ് പൗലോസിനെ ഇങ്ങനെ പറയുവാനായിട്ട്, അല്ലെങ്കിൽ പൗലോസിന്റെ ആകുലതകളെ മറികടക്കുവാൻ പൗലോസിനെ സഹായിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ പൗലോസിനെ ഈ ആകുലങ്ങളുടെ മേലെ ജയമുള്ളവനായി നിലനിർത്തിയതിന്റെ
മൂന്ന് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒന്നാമത്തെ കാരണമാണ് ദൈവജനത്തിന്റെ വിചാരം. പൗലോസിനെ കുറിച്ച് ദൈവജനത്തിന്റെ വിചാരം. നമുക്കറിയാം ദൈവജനത്തിന്റെ സഹകരണം അതാണ് പൗലോസിനെ ധൈര്യപ്പെടുത്തിയത്. നമുക്കറിയാം 4-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടമായുള്ളവരെ. പൗലോസ് ഫിലിപ്പിയൻ സഭയെ അഭിസംബോധന ചെയ്യുന്ന വാക്കുകളാണ് നാം കേട്ടത്. അതിന്റെ 10-ാം വാക്യം നാം ഒന്ന് വായിച്ചാണ്, ഒന്നുകൂടെ ഒന്ന് വായിക്കാം. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിക്കാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. അപ്പോൾ ആ ദൈവജനത്തിന് പൗലോസിനെ കുറിച്ച് ഒരു വിചാരം ഉണ്ടായിരുന്നു. അതുപോലെ അതിന്റെ 10-ാമത്തെ വാക്യം നാം വായിച്ചു. തുടർന്ന് നമുക്ക് അതിന്റെ 14-ാമത്തെ വാക്യം, എങ്കിലും എന്റെ കഷ്ടതയെ നിങ്ങൾ കൂട്ടായ്മ കാണിച്ച് നന്നായി. പ്രിയപ്പെട്ടവരെ, പൗലോസ് ഒരു കഷ്ടതയിലായിരുന്നപ്പോൾ ആ സഭ പൗലോസിന് കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് പൗലോസിനെ കുറിച്ചൊരു വിചാരം, അതാണ് പൗലോസിനെ ധൈര്യപ്പെടുത്തിയത്. അപ്പൊ നമുക്ക് അതിന്റെ ധൈര്യപ്പെട്ട കൂട്ടായ്മ കാണിച്ചു എന്നെ നിങ്ങൾ നിലനിർത്തി. അതിന്റെ 19-ാമത്തെ വാക്ക് നമുക്ക് കാണാം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുവേശിൽ പൂർണ്ണമായി തീർത്തു തരും. ഇവിടെ നമുക്കറിയാം പൗലോസിനെ ഫിലിപ്പീൻസിലുള്ള സഭയിലെ വിശ്വാസികള് വളരെയധികം സാമ്പത്തികമായി അല്ല കൂട്ടായ്മ കാണിച്ച് നിലനിർത്തി. നമുക്കറിയാം 16-ാമത്തെ വാക്യം, എന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ 1-2 വട്ടം നിങ്ങൾ എനിക്ക് കൂട്ടായ്മ അയച്ചു തന്നുവല്ലോ. അപ്പോൾ ആ ഒരു സഭ അല്ലെങ്കിൽ അവിടുത്തെ ജനം പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നു. തന്റെ പ്രയാസവേളയിൽ അവര് കൈവിടാതെ പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസിന് അതൊരു ധൈര്യമായിരുന്നു. നമുക്കറിയാം ഗലാത്യർ 6-ന്റെ 9-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. 10-ാമത്തെ വാക്യം, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വലിയ ഒരു സഭ കൂടെ അല്ലെങ്കിൽ നല്ലൊരു ക്രിസ്തീയ ബന്ധത്തിലാണ്. അപ്പോൾ ഇവിടെ ഗലാത്യരിൽ നാം വായിച്ചത്, നന്മ ചെയ്യുകയാൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ സമയം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അപ്പോ അവിടെയുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ സഹോദരന്മാർ പൗലോസിന് നല്ലൊരു സഹായകമായിരുന്നു. അതുപോലെ നന്മ ചെയ്ത് പൗലോസിനെ നിലനിർത്തി. പ്രിയപ്പെട്ടവരെ, ഈ പൗലോസിന് ഈ കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ അവിടെയുള്ള ദൈവജനം പൗലോസിനെ നിലനിർത്തി, എല്ലാ നിലയിലും നിലനിർത്തി. അപ്പോൾ നാം ഓരോരുത്തരും ഒരു ക്രിസ്ത്യ ഗോളത്തിലാണ്, സഹോദര ബന്ധത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരിയോ സഹോദരനോ ഒരു പ്രയാസ വേളയിലൂടെ കടന്നു പോകുമ്പോൾ നാമും ഈ ഫിലിപ്പീൻസിലുള്ള സഭയിലെ വിശ്വാസികളെ പോലെ ഒരു കൈത്താങ്ങായി നന്മ ചെയ്ത് അവരെ ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുപോകാതെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ തളർന്നു പോകാതെ അവർക്ക് ആവശ്യமான വിശ്വാസത്തിന് ആവശ്യமான ദൈവവചനം പകർന്നു കൊടുക്കാനും അതുപോലെ എല്ലാ നിലയിലുള്ള ധൈര്യവും നൽകി കൂടെ നിർത്തുവാനുള്ള ഒരു നല്ലൊരു സാക്ഷ്യം പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ ദൈവം നമുക്ക് അവസരം തരട്ടെ. നമ്മുടെ കൂടെയുള്ള ദൈവജനത്തിന്റെ രക്ഷയ്ക്കായി അല്ലെങ്കിൽ അവർക്കൊരു സഹായമായി നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ ഒരു ധൈര്യമാണ് പൗലോസിനെ വ്യാകുലപ്പെടാതെ ആ പ്രതിസന്ധിയിൽ നിലർത്തിയത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരു കൂട്ടവിശ്വാസികൾ ഒരു വീഴ്ച വന്നാൽ നമുക്കറിയാം ദൈവജനത്താൽ നമുക്ക് ആശ്വസിക്കാം, നമുക്ക് അവരെ കൂടെ നിർത്താം. അപ്പം അവര് തളർന്നു പോകാതെ അവർക്ക് നിലനിർത്താനായിട്ട് പറ്റും. അപ്പോൾ അവർക്കും ആ പ്രയാസ വേളയിൽ ആകുലപ്പെടാതെ നിൽക്കാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസിന്റെ ജീവിതത്തില് പൗലോസിന് അതുപോലെ തന്നെ ഈ ദൈവജനവുമായി നല്ലൊരു കരുതലുണ്ടായിരുന്നു. രണ്ടാമതായി പൗലോസിനെ ഈ ആകുല വേളയിലും പൗലോസിന് ധൈര്യം നൽകാനുള്ള കാരണം നമ്മൾ വായിച്ച് 13-ാമത്തെ വാക്യം നമ്മൾ വായിച്ചായിരുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖം ഞാൻ സകലത്തിനും മതിയായവനാണ്. നമുക്കറിയാം, എന്നെ ശക്തനാക്കുന്നവൻ ഞാൻ സകലത്തിനും മതിയായ എന്നുള്ള വാക്ക് നാം ഒരു ഇംഗ്ലീഷ് വേർഷനിൽ നിന്ന് പഠിച്ചു നോക്കുമ്പോൾ അവിടെ കാണാനായിട്ട് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ എന്താണ് ദൈവത്തിന്റെ ശക്തി പമ്പ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥം വരുന്ന ഒരു തർജ്ജിമ പഠിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ദൈവത്തിന്റെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ശക്തി പമ്പ് ചെയ്തു തരികയാണ്. ആ ശക്തിയിൽ ഞാൻ മതിയായവനാണ്. എനിക്ക് ആ ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് എന്തേ സാഹചര്യം മറികടക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, പൗലോസും ദൈവവുമായിട്ട് നല്ല ഒരു ഹൃദയബന്ധമുള്ള ആൾക്കാരായിരുന്നു.
പൗലോസ് ദൈവത്തോട് അടുത്ത് ബന്ധത്തിൽ ജീവിച്ച ഒരാളാണ്. ആ ബന്ധം കർത്താവിനോടുകൂടി സമയം ചെലവഴിക്കാനും അതുപോലെ ദൈവശക്തിയിൽ ധൈര്യപ്പെട്ടു, കർത്താവിൽ ബലപ്പെട്ടു, അതുപോലെ ദൈവത്തോട് നല്ല അടുപ്പം പുലർത്തി അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു പൗലോസ്. അപ്പൊ പൗലോസിന് ആകുലങ്ങൾ കടന്നു വരുമ്പോൾ ആശ്വസിക്കാൻ അനേക കാര്യങ്ങളുണ്ട്. ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തിയ ഒരാളാണ് പൗലോസ്. പ്രിയ സഹോദരിമാരെ, ഞാനും നിങ്ങളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രത്തോളം ദൈവത്തോട് ബന്ധം പുലർത്തുന്നവരാണ്? അല്ല, ഒരു ആകുലം അല്ല പ്രയാസം വരുമ്പോൾ നാം മറുചോദ്യം ചോദിക്കുന്നവരാണോ? അല്ലെങ്കിൽ വ്യാകുലപ്പെട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്നവരാണോ? പക്ഷെ നമ്മൾക്ക് ധൈര്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വൈഷമ്യങ്ങൾ വരുമ്പോൾ നമുക്കത് ജയിക്കണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ട് ഒരു ബന്ധം വേണം. അങ്ങനെ നാം ദൈവത്തോടു കൂടി നല്ല ബന്ധം പുലർത്തി ജീവിച്ചാൽ നമുക്കറിയാം, എഫെസ്യർ 3:16 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനെ നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ നാം ക്രിസ്തുവിനോട് കൂടെ നടക്കണം, ക്രിസ്തുവുമായിട്ട് നല്ല ബന്ധം പുലർത്തണം. അപ്പോൾ നമുക്ക് തളരാതെ നമുക്ക് ബലത്തോടെ നിൽപ്പാനായിട്ട് കഴിയും. നമ്മുടെ സാഹചര്യം ഏതാകട്ടെ, പ്രയാസം ഏതാകട്ടെ, നമുക്ക് ദൈവവുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ശക്തനാക്കുന്നവന്റെ ശക്തി എന്നിലുണ്ടെങ്കിൽ നമുക്ക് അത് മതി നമുക്ക് ഏത് ആകുല വേളയിലും മറികടക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായി കൂടുതൽ അടുത്ത് ജീവിക്കണം, ദൈവവചനം പഠിക്കണം, നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് സംസാരിക്കണം, ദൈവത്തോട് ഏറ്റവും അടുത്ത് നടക്കുകയും വേണം. അപ്പം നമുക്ക് സംഭവിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് അധികം വ്യാകുലപ്പെടേണ്ട. ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടിയുണ്ട്. നമുക്കറിയാം, യെശയ്യാവ് 40 ലാസ്റ്റ് വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെശയ്യാവ് 40:31 വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാൻ നടക്കുകയും ചെയ്യും. നമുക്കും ആ ശക്തി പുതുക്കി ദൈവത്തിനായി കാത്തിരിക്കാൻ, അതുപോലെ നമുക്ക് ദൈവത്തിനായി ശക്തി പുതുക്കി ഏതൊരു പ്രയാസ പ്രതിസന്ധി വേളയിലും ശക്തിയോടെ മുന്നേറുവാൻ, തളർന്നു പോകാതെ വണ്ണം. പൗലോസ് ആകുലപ്പെടാത്തതിന്റെ കാരണം അവനെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായവനാണ്. അതുപോലെ നമുക്കും ഏതൊരു പ്രയാസ വേളകൾ കടന്നു പോയാലും നമ്മളെയും ശക്തനാക്കുന്നവൻ മുഖാന്തരം നാമും ശക്തിയോടെ നമ്മുടെ ആകുല വേളകളിലും മറികടപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ മൂന്നാമതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫിലിപ്പിയർ 4:19 വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോളം ക്രിസ്തുവേശിൽ പൂർണ്ണമായി തീർത്തു തരും. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പൗലോസിന്റെ അടുത്ത ധൈര്യം, ആ പ്രയാസ വേളയിൽ ആകുലപ്പെടാതിരിക്കുന്നതിന്റെ മൂന്നാമത്തെ ധൈര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുതലാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്റെ ദൈവമോ, നമ്മുടെ ദൈവം എന്റെ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെയാണ് തീർത്ത് തരുന്നത്? തന്റെ മഹത്വത്തിന്റെ ധനത്തിനോ, അതൊക്കെ എത്രയോ വലുതാണ് അല്ലെ? ദൈവത്തിന്റെ ധനവും മഹത്വവും ഒക്കെ എത്രയോ വലുതാണ്. നമുക്ക് വർണ്ണിച്ചാൽ നമുക്കറിയില്ല. അത്രത്തോളം ധനത്തിനൊത്തവണ്ണമാണ് നമുക്ക് ഓരോരുത്തർക്കും തീർത്തു തരുന്നത്. ഫിലിപ്പിയരുടെ ബുദ്ധിമുട്ട് തീർക്കുന്ന കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നതെങ്കിലും പലപ്പോഴും പൗലോസിന്റെ ജീവിതവുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമുക്കറിയാം, ഏത് അവസ്ഥയിൽ ഇരിക്കാനും അറിയാം, എല്ലാം ഉണ്ട്, എല്ലാ ആവശ്യങ്ങളും നിറവേറുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വാഗ്ദത്തങ്ങൾ നിറവേറുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് പൗലോസിന് അറിയാമായിരുന്നു. ആ ദൈവത്തിന്റെ കരുതലും വാഗ്ദത്തങ്ങളും പൗലോസിന് അറിയാമായിരുന്നു. നമുക്കറിയാം, 55 സങ്കീർത്തനം 22 വാക്യം എല്ലാവർക്കും വളരെ മനപ്പാടമാണ്. നിന്റെ ഭാരം യഹോവയെ ഭരമേൽ വിട്ടുകൊള്ളുകയും അവൻ നിങ്ങളെ പുലർത്തും. നീതിമാൻ കുളിയും അവൻ സമ്മതിക്കില്ല. ആ വാക്യം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഭാരം യഹോവയെ ഇട്ടുകൊള്ളുകയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാരമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഇട്ടുകൊള്ളുവാൻ നമ്മുടെ യഹോവയുണ്ട്. അതുപോലെ തന്നെ നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവന് തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. 37 സങ്കീർത്തനം 5 വാക്യം. അപ്പൊ നമുക്ക് നല്ലൊരു നമ്മളെ കരുതുന്ന, അല്ലെ നമ്മളെ വാഗ്ദത്തങ്ങൾ തന്ന ഒരു കർത്താവ് നമ്മളുണ്ട്. നമ്മുടെ ഭാരങ്ങൾ, ആകുലങ്ങൾ ഇടുവാനും നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനും നമ്മുടെ കർത്താവുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യമാണ് പൗലോസിനെയും ആകുലങ്ങളുടെ മധ്യേ ജയിക്കുവാനായിട്ട് സഹായിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പൗലോസിന് ഈ വലിയ പ്രയാസ വേളയിലും കടന്നുപോയ സ്ഥാനത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ പൗലോസിന് ധൈര്യം പകർന്നു കൊടുത്തു. പൗലോസിന് അറിയാമായിരുന്നു ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള
കാര്യം പൗലോസിന് അതുകൊണ്ടാണ് പൗലോസ് വ്യാകുലപ്പെടാതെ, അതുകൊണ്ടാണ് പൗലോസ് ഒന്നിനെയും കുറിച്ച് വിചാരപ്പെട്ടതെന്ന് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നില്ല, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെയൊക്കെ നിരപ്പാക്കും. നമ്മളെ ആ കർത്താവിൽ നാം പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം. നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, വിവേകത്തോടെ യഹോവയിൽ ആശ്രയിപ്പാൻ, അതുപോലെ നമ്മുടെ പാതകളെ നിരപ്പാക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇത് ദൈവം എല്ലാം കരുതും, എന്ന് നമുക്ക് പൗലോസിനറിയാം. മാത്രമല്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ആ ഒരു കാര്യം പൗലോസിനറിയാമായിരുന്നു. അപ്പൊ പൗലോസിന് ധൈര്യം നൽകിയ ദൈവത്തിന്റെ കരുതലും വാഗ്ദത്തങ്ങളുമാണ്. തനിക്ക് വേണേ പതറിപ്പോകാമായിരുന്നു അല്ലെ, കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഈ വാക്കുകൾ പറയുന്നത്. നമ്മൾ ആദ്യമായി പൗലോസിന് ധൈര്യം പറഞ്ഞു കൊടുത്തത് ദൈവജനത്തിന്റെ വിചാരമായിരുന്നു. അതുപോലെ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കരുതലും വാഗ്ദത്തങ്ങളും. ഈ 3 കാര്യം പൗലോസിന് വളരെ ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് തന്റെ ആകുല വേളയിൽ ജയിക്കാനായിട്ട് പൗലോസിന് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ പൗലോസിനെ പോലെ നമുക്കും ആകുലപ്പെടാതെ വേണം ദൈവത്തിന്റെ ശക്തിയിലും കൂട്ടായ്മയിലും കരുതലും വാഗ്ദത്തങ്ങളിൽ നിന്ന് ധൈര്യം പ്രാപിപ്പാനും. അതുപോലെ നാം ഓരോരുത്തരും ഇവിടെ കടന്നു വന്നതിന്റെ ഉദ്ദേശം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതുപോലെ മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. നാം വായിച്ച വാക്യത്തിൽ പോലെ ഒന്നിനെ കുറിച്ച് നാം വിചാരപ്പെടാതെ വണ്ണം എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. അങ്ങനെ അറിയിക്കുക അത്ര വേണ്ടേ. എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവിളെയും ക്രിസ്തുവിശികൾ കാക്കും. പ്രിയപ്പെട്ടവരെ, നാം ആകുലപ്പെടാതെ വണ്ണം, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, കാരാഗ്രഹത്തിൽ കിടന്ന് പറയുന്ന ഒരാളുടെ വാക്കുകളാണ് നമ്മളെ ഇന്ന് ബലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാം ചെയ്യേണ്ടത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൗലോസിന്റെ വാക്കുകളെ ധൈര്യത്തോടെ എടുത്തുകൊണ്ട് നമുക്കറിയാം, ചില പ്രെയർ സബ്ജക്റ്റുകൾക്കും നമ്മൾ വേദനിക്കാറുണ്ട്, ആകുലപ്പെടാറുണ്ട്. നാം ഒന്ന് ഓർക്കണം, അതിനും ആ രോഗങ്ങളുടെ മധ്യയിലും ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് ശക്തനാണ്, ദൈവത്തിന് കഴിയും. ആ ധൈര്യത്തോടു കൂടി നമുക്ക് ഉള്ള പ്രാർത്ഥന വിഷയങ്ങളും സ്തോത്രത്തോടു കൂടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കുമാറാട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുന്നു. സ്തോത്രം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരിയെ ദൈവം ബലപ്പെടുത്തി, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട വചനം പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. കഴിഞ്ഞ 204 മീറ്റിങ്ങുകളിലും നമുക്ക് പ്രാർത്ഥനയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇന്നും അതുപോലെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവം പൗലോസിനെ ധൈര്യപ്പെടുത്തിയ കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം പൗലോസിന് ഇടയായിട്ട് തീർന്നു. പൗലോസ് എല്ലാത്തിലും തൃപ്തനായിരുന്നു. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും സന്തോഷത്തോടും വളരെ തൃപ്തനായിട്ട് പൗലോസ് ഇരുന്നു. നാം ദൈവനിയന്ത്രണത്തിൽ ആയിരിക്കണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് നമുക്കും പറയുവാനായിട്ട് ഇടയായിട്ട് തീരണം. നാം ദൈവത്തിൽ കൂടുതൽ ശക്തിപ്പെട്ട് ജീവിക്കുവാൻ ഇടയാകണം. അതാണ് നമ്മളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് കർത്താവിനോട് വ്യക്തിപരമായ ഒരു ബന്ധം വേണം. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ പൗലോസ് ധൈര്യം പ്രാപിച്ചു. അതുകൊണ്ട് നമ്മോട് പറയുന്നു, ഒന്നുകൊണ്ടും വിചാരപ്പെടരുത്. പൗലോസിന് ധൈര്യം നൽകിയ ദൈവം നമ്മോട് കൂടെയും നമുക്കും ധൈര്യം നൽകി നമ്മളെ ബലപ്പെടുത്തുവാൻ കർത്താവ് ശക്തനാണ്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മോട് കൂടെയും ഇരിക്കും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മഹത്വപ്പെട്ട ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായിട്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.